പശ്ചിമേഷ്യയിൽ മിസൈൽ മഴ പെയ്യുമ്പോൾ ഇന്ത്യയുടെ നോട്ടം നമ്മുടെ സാധാരണക്കാരുടെ അടുക്കളകളിലേക്കാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കടുക്കുമ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ വിതരണത്തെ ബാധിക്കുന്ന ഒരു കളിക്കും നിൽക്കേണ്ട എന്ന ശക്തമായിട്ടുള്ള താക്കീതാണ് ഇന്ത്യ നൽകുന്നത്. അവർ അവിടെ യുദ്ധം ചെയ്യട്ടെ, പക്ഷേ നമ്മുടെ ഗ്യാസ് കുറ്റി കൃത്യമായിട്ട് തന്നെ വന്നു ചേരണം എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിലവിൽ LPG വിതരണം വലിയൊരു ആശങ്കയായി മാറിയിരിക്കുകയാണ്. അതിനാൽ ഗാർഹിക ഉപഭോക്താക്കൾക്കാണ് സർക്കാർ ഇപ്പോൾ പൂർണ്ണ മുൻഗണന നൽകുന്നത്. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് വിതരണം പിന്നീട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. കഴിഞ്ഞ ബുധനാഴ്ച മാത്രം 56 ലക്ഷം LPG സിലിണ്ടറുകളുടെ ആവശ്യമാണ് രാജ്യത്തിൽ ഉണ്ടായത്. ഇതിൽ 55 ലക്ഷം സിലിണ്ടറുകളും വിതരണം ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ ബുധനാഴ്ച ഇറാന്റെ ഏറ്റവും വലിയ പ്രകൃതിവാതക കേന്ദ്രമായിട്ടുള്ള സൗത്ത് പാഴ്സിൽ വലിയ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായി ഇറാൻ ഖത്തറിലെ റാസ് ലഫാൻ കേന്ദ്രത്തിലും UAE-യുടെ ഹബ്ഷാൻ എണ്ണപ്പാടത്തും ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയും ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ അറിവോടെ അല്ല ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയും തങ്ങളുടെ പഴയ നയതന്ത്ര നിലപാടുകളിൽ നിന്ന് മാറി ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ പ്രസ്താവന ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കഴിഞ്ഞ 3 ആഴ്ചയായി തുടരുന്ന ഈ യുദ്ധം ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ലോകത്തെ ഊർജ്ജ വിതരണത്തിന്റെ കാൽഭാഗവും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടിരിക്കുകയാണ്. എങ്കിലും ഇന്ത്യയുടെ നിരന്തരമായ നയതന്ത്ര ഇടപെടലുകളുടെ ഫലമായി 2 LPG കപ്പലുകൾക്ക് അവിടെ നിന്ന് വരാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യയുടെ കരുത്ത് തന്നെയാണ് കാണിക്കുന്നത്. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ റഷ്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് LPG-യും LNG-യും വാങ്ങാൻ ഇന്ത്യ ശ്രമിക്കുന്നുമുണ്ട്. യുദ്ധം തുടങ്ങിയതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 2 ആഴ്ച കൊണ്ട് 50% വർദ്ധിച്ച് ബാരലിന് $112 നിൽക്കുകയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളോട് ഇന്ത്യക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: നിങ്ങളുടെ അധികാര തർക്കങ്ങൾ കാരണം ഇന്ത്യയിലെ സാധാരണക്കാരന്റെ അടുക്കളയിലെ തീ അണയാൻ ഞങ്ങൾ അനുവദിക്കില്ല. പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ പകരക്കാരെ കണ്ടെത്താനും ലോകരാജ്യങ്ങളുടെ മുഖത്ത് നോക്കി പറയേണ്ട കാര്യങ്ങൾ പറയാനും മടിക്കാത്ത പുതിയ ഇന്ത്യയുടെ മുഖമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ ശാശ്വതമായ ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നും തന്നെയില്ല. മറിച്ച് അവരവന്റെ രാജ്യ താല്പര്യങ്ങൾ മാത്രമാണ് വലുത് എന്ന യാഥാർത്ഥ്യമാണ് ഈ നിലപാടിലൂടെ ഇന്ത്യ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ വരുന്നത് എത്ര വലിയ മിത്രമായാലും ആ സൗഹൃദമൊക്കെ ഇന്ത്യ എടുത്തങ്ങ് ഉത്തരത്തിൽ വയ്ക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്.